നമുക്ക് വെള്ളം കിട്ടും, കറണ്ട് ചാർജും ലാഭിക്കാം, ആരോഗ്യം കിട്ടും. ഇത് നമ്മളിത് കിണറ്റിലേക്ക് ഇടുകയാണ്. ഒരു ഏകദേശം 23-24 അടി താഴ്ചയിലാണ് വെള്ളം നിൽക്കുന്നത്. നോക്കി ബുദ്ധിമുട്ടൊന്നും ഒരാൾക്ക് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നോക്ക്, ഇത് ഏത് വരമ്പത്ത് വേണമെങ്കിലും കൊണ്ടുവന്ന് വയ്ക്കാം. ഇതെല്ലാം ഡിറ്റാച്ചബിളാണ്. ഇത് എന്നിട്ട് അവിടെ ഈ നട്ടും ബോൾട്ടും കിട്ടി കഴിഞ്ഞാൽ അസംബിളായി. പിന്നെ എല്ലാവരും ഒരു അരമണിക്കൂർ പിടിക്കുകയാണെങ്കിൽ ഒരു വ്യായാമം കൂടിയാണ്. കറണ്ട് ബില്ല് ലാഭിക്കാം. ഹായ്, നമസ്കാരം. നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കോലഞ്ചേരിയിലാണ്. എന്നോടൊപ്പം ഉള്ളത് ജോയി ചേട്ടനാണ്. ചേട്ടൻ കണ്ടുപിടിച്ച ഒരു മിഷൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഇതാണ് സംഭവം. അതായത് നമുക്ക് കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് വെള്ളം കിട്ടും. ഈ ഒരു മിഷൻ വെച്ച് നമുക്ക് ടാങ്കിലേക്ക് വെള്ളം അടിച്ച് കയറ്റാം. അതുമല്ല, കറണ്ട് ബില്ല് ലാഭിക്കാം, ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ ഈ ഒരു മിഷൻ്റെ പ്രത്യേകതയാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കൃഷിക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ ഒരു സംഭവമാണ് ഇത് കേട്ടോ. അപ്പോൾ ജോയി ചേട്ടാ, എന്താണ് ഈ ഒരു മിഷൻ്റെ പ്രത്യേകത ഒന്ന് പറയാമോ? ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് വീട്ടിൽ വെള്ളം വാട്ടർ സപ്ലൈ തീർന്നു പോയാൽ നമുക്ക് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ നമ്മളത് ഒരാൾക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന എഫർട്ടിൽ നമുക്ക് ടാങ്കിൽ ഒരു അര ടാങ്കോ 3/4 ടാങ്കോ ഫുൾ ടാങ്കോ അടിച്ച് കയറ്റാം. ചേട്ടാ, ഇങ്ങനെ ഒരു ആശയം വരാൻ കാരണം എന്താ? അത് ഞാൻ വിദേശയാത്രയ്ക്കൊന്ന് പ്ലാൻ ചെയ്തപ്പോൾ ആ പോകുന്നതിൻ്റെ ഒരു 3 ദിവസം മുമ്പ് കാറ്റും മഴയൊക്കെ വന്ന് കറണ്ട് സപ്ലൈ കട്ടായി പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് വെള്ളമില്ല, വെളിച്ചമില്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ വെള്ളമില്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിൽ നിന്നാണ് നമ്മളെന്നാൽ എന്തെങ്കിലും ഇതിനൊന്ന് ചെയ്താൽ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ഈ ഒരു ആശയം എൻ്റെ മനസ്സിൽ വധിച്ചു. ഞാനത് പിന്നെ അത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. ഇതൊരു 5 മോഡൽ നമ്മൾ ഉണ്ടാക്കി. 1-2 മോഡലല്ല, ഏകദേശം 1 വർഷത്തോളം നമ്മൾ ട്രൈ ചെയ്തത്. ആദ്യം സൈക്കിൾ വീലിൽ തുടങ്ങി. നമ്മൾ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്യാനായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ആദ്യം സൈക്കിൾ വീലിൽ തുടങ്ങി. സൈക്കിൾ വീലിൽ ഫെയിലിയറായിപ്പോയി. നമ്മൾ വിചാരിക്കും പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് വേറെ പല കാറ്റഗറിയിലും തുടങ്ങി, വേറെ ചെറിയ വീലുകളിൽ തുടങ്ങി, ഗിയറിൽ തുടങ്ങി. അവസാനമാണ് ഇത് 5ാമത്തെ മോഡലാണ്. ഈ 5ാമത്തെ മോഡൽ വന്നപ്പോഴാണ് ഏകദേശം ഒരു സക്സസ് ആയത്. ഇപ്പോൾ നമ്മൾ സാധാരണ ലെവലിലുള്ള സെക്ഷനാണ്. ഹെഡ് ഏതാണ്ട് ഒരു 2 നിലയുടെ ഹൈറ്റിൽ വരും. ഓസിട്ടേക്കാം നമ്മളിത് കാണിക്കാനായിട്ട്. നമ്മളത് ജസ്റ്റ് ഒന്ന് ഓപ്പറേറ്റ് ചെയ്താൽ മതി. വലിയ എഫർട്ടില്ല. അതെ, ഇപ്പോൾ ഇവിടുന്ന് ഒരാൾക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കണ്ടോ? ഇത് നമ്മളിത് കിണറ്റിലേക്ക് ഇടുകയാണ്. ഇതിനകത്താണ്ട് ഒരു ഏകദേശം 23-24 അടി താഴ്ചയിലാണ് വെള്ളം നിൽക്കുന്നത്. നോക്കി, നല്ല താഴ്ചയല്ലേ നിൽക്കണേ? ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇട്ടു. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു 24 അടി 23 താഴ്ച വരും. ഓക്കെ, ഇനി നമുക്കൊന്ന് പമ്പ് ചെയ്യാം. ബുദ്ധിമുട്ടൊന്നും ഒരാൾക്ക് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നോക്ക്. ഇതിപ്പോൾ നമുക്ക് നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഗിയറാണ്. വേറൊരു ഗിയറുണ്ട്, ഇവിടെ ഒരു ചെറിയ ഗിയറുണ്ട്. പിന്നെ ഒരു വി ബെൽറ്റ് ഉണ്ട്. പിന്നെ മോട്ടറിൻ്റെ ഷാഫ്റ്റിലൊരു പുള്ളി ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു 35-40 RPM ഇറക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ റേഷ്യോ അനുസരിച്ചിട്ട് പമ്പിൻ്റെ RPM 2800 RPM വരും. അത് മതി നമുക്ക്, മനസ്സിലായോ? അപ്പോൾ അതാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. അതിനകത്തെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരാൾക്കിപ്പോൾ കാണിച്ചു തന്ന മാതിരി ഒരാൾക്ക് കൊടുക്കാവുന്ന എഫർട്ട് മാത്രം മതി. മതി, അത്രയും മതി. അപ്പോൾ നമുക്കൊരു 500 ലിറ്ററിൻ്റെ ഒക്കെ നിറയ്ക്കണമെങ്കിൽ ഒരു 20 മിനിറ്റ് 25 മിനിറ്റൊക്കെ മതി. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ വളരെ ഈസിയാണ്. സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറുന്നതോറും അത് നോർമലായിട്ട് എല്ലാ പമ്പുകൾക്കും അങ്ങനെയാണ്. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കുറഞ്ഞുകൊണ്ടിരിക്കും. ഹൈറ്റ് കൂടുന്നതോറും ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് സമയം കൂടിക്കൊണ്ടിരിക്കും. എത്ര രൂപയായി ഇത് നിർമ്മിച്ചപ്പോൾ? ഏകദേശം ഇതിപ്പോൾ ഏതാണ്ട് ഒരു 10,000 രൂപയോളമായിട്ടുണ്ട്. അപ്പോൾ ഇത് ആളുകൾ ആവശ്യപ്പെട്ടാൽ നിർമ്മിച്ചു കൊടുക്കും? ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഒരു 15-ാം തീയതിയോടുകൂടി അത് സപ്ലൈ ഉണ്ടാകും. അപ്പോൾ നമ്മളിപ്പം സ്റ്റാർട്ടിങ് എത്ര കാശാണ് നമ്മൾ ഇവരെ വാങ്ങിക്കുന്നത് കസ്റ്റമറിൻ്റെ? ഞാൻ അഡ്വാൻസ് ആയിട്ടൊന്നും മേടിച്ചില്ല. 10 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞേക്കണം. 10 രൂപയ്ക്ക് കൊടുക്കാൻ? 10,000 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരു മെഷീൻ നിർമ്മിക്കുമ്പോൾ എത്ര ദിവസം എടുക്കും? ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ സെറ്റ് ഇതെല്ലാം നമ്മൾ ഓർഡർ ചെയ്യുന്ന. അപ്പോൾ ഇതൊക്കെ കിട്ടുന്നതിൻ്റെ കാലാവധി അനുസരിച്ചിട്ട് ഇത് പല പാർട്ടികളായിട്ടാണ് വരുന്നത്. ഈ പുള്ളി ഒരു പാർട്ടി, ഗിയർ ഒരു പാർട്ടി, പിന്നെ ഫാബ്രിക്കേഷൻ നമ്മൾ ചെയ്യുന്നു. പമ്പ് തന്നെയായിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പോൾ അതവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ചിട്ടുള്ള ടൈം ഡിലേ ഉള്ളൂ. മറ്റൊരു കാര്യം പറയുന്നത് കൃഷി. അതെ ഞാൻ പറയാം. ഇതിൻ്റെ ഇപ്പം മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വീടുകളിൽ സപ്ലൈ ഇല്ല, വെള്ളമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല.
ഒന്നത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി കോൾ എനിക്ക് വന്നത് 10 സെൻറ്റ് 5 സെൻറ്റ് സ്ഥലം, ചെറിയ പ്ലോട്ടാണ്. അപ്പോൾ 2-3 മാസത്തേക്കുള്ള നനയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ മഴയാണല്ലോ നമ്മുടെ ഇവിടെ. അപ്പോൾ അതിന് കറണ്ട് ചാർജ് 12 മാസം കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കിത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓസ് ഇട്ട് കഴിഞ്ഞാൽ മതി. പിന്നെ മെയിനായിട്ട് വേറെ പച്ചക്കറി കൃഷിക്കാരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പച്ചക്കൃഷി എന്ന് പറഞ്ഞാൽ കണ്ടത്തിൽ വെള്ളം ഉണ്ടാകും, പക്ഷേ തോട്ടിൽ വെള്ളം ഉണ്ടാവും. കണ്ടത്തിൽ വെള്ളം ഉണ്ടാവില്ല, തോട്ടിൽ വെള്ളം ഉണ്ടാവും. അത് വല്ല 2 അടി താഴ്ചയിലൊക്കെ വെള്ളം ഉണ്ടാവുള്ളൂ. പക്ഷേ എന്നാലും നമുക്ക് കോരി കാണിക്കണ്ടേ. ഇത് ഏത് വരമ്പത്ത് വേണമെങ്കിലും കൊണ്ടുവന്ന് വയ്ക്കാം. ഇതെല്ലാം ഡിറ്റാച്ചബിളാണ്. ഇത് എന്നിട്ട് അവിടെ ഈ നട്ടും ബോൾട്ടും കിട്ടി കഴിഞ്ഞാൽ അസംബിളായി. ഏത് വരമ്പത്ത് വേണമെങ്കിലും കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈറ്റ് കുറവാണെങ്കിൽ, വെള്ളത്തിൻ്റെ ഹൈറ്റ് കുറവാണെങ്കിൽ നല്ല പിക്കപ്പിൽ നമുക്ക് ഒരു ഒട്ടും ഫോഴ്സ് ഇല്ലാതെ തന്നെ നമുക്ക് ഇതൊക്കെ നനയ്ക്കാൻ പറ്റും. പിന്നെ ഒരു ചെറിയ വ്യായാമം കൂടിയാണ്. ഞാൻ ടെക്നിക്കലാണ്. ഞാൻ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ആദ്യമായിട്ട് ഞാൻ സർവീസിലുണ്ടായിരുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആറ്റമിക് എനർജിയിലുണ്ടായിരുന്നു. അവിടെ കുറേ നാൾ സർവീസ് ചെയ്തിട്ട് പിന്നെ പുറത്തൊക്കെ പോയി, ഗൾഫിൽ പോയി. എല്ലാ ഫീൽഡും ഉണ്ടായിരുന്നു. ഫെർട്ടിലൈസർ, പെട്രോകെമിക്കൽ, ഓയിൽ ഫീൽഡ് എല്ലാത്തിലും ഉണ്ടായിരുന്നു. എല്ലാ ഫീൽഡും വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. പേറ്റന്റ് ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളൊരു വീട്ടിലൊരു മോട്ടർ വാങ്ങിക്കുന്ന കാശേ ആവുന്നുള്ളൂ ഈ ഒരു സംഭവത്തിന്. നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നൊരു മെഷീനാണ് ഈ ജോയി ചേട്ടൻ നിർമ്മിച്ചത്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ ഈ വീഡിയോയുടെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. ജോയി ചേട്ടനെ വിളിക്കാം. ജോയി ചേട്ടൻ്റെ വീട് നമ്മുടെ എറണാകുളം ജില്ലയിലെ കോലഞ്ചേരിക്ക് അടുത്തുള്ള പെരിങ്ങോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.